ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. രണ്ടാമത്തെ അധ്യായം തുടങ്ങാൻ പോകുന്നു. പ്രഥമസ്കന്ധത്തിലെ ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായം, ഒന്നാമത്തെ ശ്ലോകം. വ്യാസോവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാരോ മഹർഷണി പ്രതിഭോജ വജസ്തേഷാം പ്രവക്തുമുപചക്രമേ. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രോമഹർഷണി പ്രതിഭോജ വജസ്തേഷാം പ്രവക്തുമുപചക്രമേ. വിപ്രാണാം വിപ്രന്മാരുടെ, ഇതി അഥവാ ബ്രാഹ്മണരുടെ, ഇതി ഇപ്രകാരമുള്ള, സംപ്രശ്ന സംഹൃഷ്ട നല്ല ചോദ്യത്താൽ നന്നായി സന്തോഷിച്ച, രോമഹർഷണി രോമഹർഷണപുത്രൻ, തേഷാം അവരുടെ, വജഹ വാക്കിനെ, പ്രതിപൂജ്യ അഭിനന്ദിച്ചിട്ട്, പ്രവക്തും പറവാനായിക്കൊണ്ട്, ഉപചക്രമേ ഉപക്രമിച്ചു അഥവാ ആരംഭിച്ചു. വ്യാസൻ പറഞ്ഞു, ഒന്നാം അധ്യായത്തിൽ മുനികൾ ചെയ്ത 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്കുള്ള സമാധാനം ഈ രണ്ടാം അധ്യായത്തിൽ പറയുന്നു. ബ്രാഹ്മണരുടെ ഇപ്രകാരമുള്ള ശോഭനമായ ചോദ്യത്താൽ നല്ലവണ്ണം സന്തോഷിച്ച രോമഹർഷണം പുത്രനായ സൂതൻ, ഉഗ്രശ്രവസ് എന്നും സൂതൻ മറ്റൊരു പേരുണ്ട്, അവരുടെ വാക്കിനെ അഭിനന്ദിച്ച ശേഷം സമാധാനം പറവാൻ തുടങ്ങി. ശ്രീ സൂത ഉവാച യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോപിനേതുസ്തം സർവബോധഹൃദയം മുനിമാനദോസ്മി. ദം പ്രവ്രജന്തം എല്ലാം ഉപേക്ഷിച്ചു പോകുന്നതും, അനുവേദം ഉപനയനം കഴിക്കാത്തവനും, അഭേദകൃത്യം കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനുമായ, യം യാതൊരുത്തനെ ഉദ്ദേശിച്ച്, വിരഹകാതര വിയോഗം നിമിത്തം ദുഃഖിതനായ, ദ്വൈപായനഃ വ്യാസൻ, പുത്ര ഇതി പുത്ര എന്ന് ആജുഹാവ ആഹ്വാനം ചെയ്തു അല്ലെങ്കിൽ വിളിച്ചു, തന്മയതയാ അവൻ്റെ സ്വരൂപമായി ഭവിച്ചതുകൊണ്ട്, തരവ വൃക്ഷങ്ങൾ, അഭിനേതു പ്രതിധ്വനിയെ പുറപ്പെടുവിച്ചു, സർവബോധഹൃദയം സകല ഭൂതങ്ങളിലും ഹൃദയമായിരിക്കുന്ന തം മുനിം ആ മുനിയെ ആനദ അസ്മി ആനമിക്കുന്നേൻ നമസ്കരിക്കുന്നേൻ. സൂതൻ പറഞ്ഞു. മഹർഷിമാരുടെ ചോദ്യങ്ങൾക്കുത്തരം പറവാൻ തുടങ്ങുന്ന സൂതൻ തൻ്റെ ഗുരുവായ ശുക്രമഹർഷിയുടെ സർവാത്മഭാവത്തെ പ്രകാശിപ്പിച്ച് കൊണ്ട് നമസ്കരിക്കുന്നു. കർമ്മമാർഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനാകയാൽ ഉപനയനം എന്ന കർമാധികാരത്തെ സ്വീകരിക്കാതെ സർവവും ഉപേക്ഷിച്ച് ആത്മാരാമനായി പിതാവിനെയും വെടിഞ്ഞ് സന്യസിച്ചു പോകുന്ന ശുകബ്രഹ്മർഷിയുടെ വിരഹം നിമിത്തമുള്ള ദുഃഖത്തെ സഹിക്കാൻ വയ്യാതെ വ്യാസൻ പുത്ര എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു കരഞ്ഞു. അപ്പോൾ 4 ഭാഗത്തും നിൽക്കുന്ന വൃക്ഷങ്ങളും ആ ശബ്ദത്തെ തന്നെ പുറപ്പെടുവിച്ചു. എങ്ങും ശുഖമയമായി ഭവിച്ചു. ആത്മമാത്രനായ ശുകൻ തന്നെ പിതാവിൻ്റെ പുത്രസ്നേഹരൂപമായ പാശത്തെ ഛേദിക്കുവാൻ ഈ മാതിരി ശബ്ദം വൃക്ഷങ്ങളിൽ നിന്ന് പുറപ്പെടുവിപ്പിച്ചു. സർവഭൂതങ്ങളിലും ഒരേ സമയത്ത് പ്രവേശിപ്പാൻ തക്ക മഹിമയുള്ള സർവാത്മാവായ ആ ശുഖ ബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നേൻ.
വൃക്ഷങ്ങളും പുത്ര എന്ന് ശബ്ദിച്ചതിനാൽ സർവാത്മാവായ തനിക്ക് പിതൃപുത്രഭാവം ഇല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. ശ്ലോകം 3. യസ്സാനുഭാവമഖില ശ്രുതിസാരമേകം ആധ്യാത്മനേവ പതിദേശതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം ത്യം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. യസ്സാനുഭാവമഖില ശ്രുതിസാരമേകം ആധ്യാത്മനേവ പതിദേശതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം ത്യം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. യസ്സാനുഭാവമഖില ശ്രുതിസാരമേകം ആധ്യാത്മദേവമതിദിദേക്ഷദാന്തമോന്തം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. സ്വാനുഭാവം അസാധാരണ മഹിമയുള്ളതും അഖിലശ്രുതിസാരം സകല വേദസാരവും ഏകം അദ്വിതീയവും അന്ധം തമ സംസാരമാവുന്ന ഗാഠാന്ധകാരത്തെ അതിതീക്ഷതാം കടക്കുവാൻ ആഗ്രഹിക്കുന്ന സംസാരിണാം സംസാരബന്ധമുള്ളവർക്ക് അധ്യാത്മദീപം ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതുമായ പുരാണഗുഹ്യം പുരാണരഹസ്യത്തെ കരുണയാം കരുണയോടുകൂടെ യാതൊരുവൻ ആഹ പറഞ്ഞുവോ മുനീനാം മുനികളുടെ ഗുരും ഗുരുവായ തം വ്യാസസൂനും ആ വ്യാസപുത്രനെ ഉപയാമി ശരണം പ്രാപിക്കുന്നേൻ. സംസാരമാവുന്ന ഘോരാന്ധകാരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ലൗകികന്മാരെക്കുറിച്ചുണ്ടായ കരുണയാൽ അസാധാരണമായ മഹിമയുള്ളതും വേദങ്ങളുടെ സാരമടങ്ങിയതും ഉപമ പറവാൻ തക്കതായ രണ്ടാമതൊരു വസ്തുവോടുകൂടാത്തതും ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുന്നതുമായ പുരാണ രഹസ്യത്തെ വേറെ എടുത്ത് ഉപദേശിച്ചിരിക്കയാൽ മുനികളുടെ ഗുരുവായ വ്യാസപുത്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നേ. ശ്ലോകം 4. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. നാരായണം നാരായണനെയും നരോത്തമം മനുഷ്യരിൽ ശ്രേഷ്ഠനായ നരം ച ഏവ നരനെയും ദേവീം സരസ്വതീം വാഗ്ദേവതയായ സരസ്വതി ദേവിയെയും വ്യാസം ച വ്യാസരെയും നമസ്കൃത്യ നമസ്കരിച്ചിട്ട് തഥാ പിന്നെ ജയം ഗ്രന്ഥത്തെ ഉദീരയിൽ പറയണം. നാരായണൻ, നരോത്തമനായ നരൻ, വാഗ്ദേവതയായ സരസ്വതീ ദേവി, വ്യാസർ ഇവരെ വന്ദിച്ച ശേഷം സംസാര സങ്കടത്തെ ജയിപ്പാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതായ പുരാണം ആരംഭിക്കണമെന്നുള്ള ന്യായാനുസരണം ഞാൻ അവരെയെല്ലാം നമസ്കരിച്ചിട്ട് ഗ്രന്ഥത്തെ ആരംഭിക്കുന്നേ. ശ്ലോകം 5. മുനയ സാധു പൃഷ്ടോഹം ഭവദ്ഭിः ലോകമംഗളം യത്കൃത കൃഷ്ണ സംരശ്നോ യേനാത്മാസു പ്രസീദതി. മുനയ സാധു പൃഷ്ടോഹം ഭവദ്ഭിः ലോകമംഗളം യത്കൃത കൃഷ്ണ സംരശ്നോ യേനാത്മാസു പ്രസീദതി. മുനയഃ മുനിമാരെ, ഭവദ്ഭിः ഭവാന്മാരാൽ, അഹം ഞാൻ, സാധു യോഗ്യമാകും വണ്ണം, പൃച്ഛിക്കപ്പെട്ടവനായി, യത് യാതൊന്ന്, ലോകമംഗളം ലോകത്തിന് മംഗളകരമോ, കൃഷ്ണ സംപ്രശ്ന കൃഷ്ണനെക്കുറിച്ചുള്ള ആ വിധമായ ചോദ്യം, കൃതഃ ചെയ്യപ്പെട്ടു, യേന യാതൊന്നുകൊണ്ട്, ആത്മാവ് സുപ്രസീദതി ഏറ്റവും പ്രസാദിക്കുന്നു. അല്ലയോ മുനിമാരെ, ലോകത്തിന് മംഗളത്തെ ജനിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചതിനാൽ ഞാൻ പരമധന്യനായി ശ്രേയസ്സാധനമായ കൃഷ്ണചരിതം പറവാൻ നിങ്ങളുടെ ചോദ്യം കാരണമായി വന്നിരിക്കയാൽ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണകഥ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിനെ ഏറ്റവും പ്രസന്നമാക്കുന്നു.
ശ്ലോകം 6. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരദോക്ഷജേ അഹൈതുകൃ പ്രതിഹത യയാത്മാ സംപ്രസീദതി. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരദോക്ഷജേ അഹൈതുകൃ പ്രതിഹത യയാത്മാ സംപ്രസീദതി. യതഃ യാതൊന്നുകൊണ്ട് അഹൈതുകി ഹേതുവോടുകൂടാത്തതും അപ്രതിഹത വിഘ്നങ്ങളാൽ ഹനിക്കപ്പെടാത്തതുമായ അദോക്ഷജേ ഭക്തി ശ്രീകൃഷ്ണ ഭക്തി പുംസാം പുമാന്മാർക്കുമുണ്ടാകുമോ? സവൈ അത് തന്നെ പരധർമ്മ ഉത്കൃഷ്ടധർമ്മം യയാ യാതൊന്നിനാൽ ആത്മാ മനസ്സ് സംപ്രസീദതി നന്നായി പ്രസാദിക്കുന്നു. ഏതു വിധമായ പ്രവൃത്തിയാൽ ബലാകാംക്ഷയോട് കൂടാത്തതും ഇളക്കമില്ലാത്തതുമായ ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ ജനങ്ങൾക്കുണ്ടാകുമോ ആ പ്രവൃത്തി തന്നെ നാശരഹിതമായ ബലത്തെ നിശ്ചയമായും ജനിപ്പിക്കുന്ന പരമധർമ്മം. എന്തുകൊണ്ടെന്നാൽ ഭക്തി ഉണ്ടാകുമ്പോൾ മനസ്സ് രജസ്തമോ ഗുണ വൃത്തികളെ വെടിഞ്ഞ് സത്വഗുണത്തെ മാത്രം അവലംബിക്കുന്നതായി ഭവിക്കയാൽ പരമാനന്ദം സ്വരൂപിക്കാൻ യോഗ്യതയുള്ളതായി തീരുന്നു. സ്വർഗാദിബലത്തെ കാക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് താണ നിലയും ബലകാംക്ഷ കൂടാതെ ഭഗവാനെ ഭജിക്കുന്നത് പരമാനന്ദ ഹേതുമായിരിക്കയാൽ ഉയർന്ന നിലയുമാകുന്നതുവെന്ന് സാരം. സർവശാസ്ത്രപരമായും നിശ്ചയമായും ശാശ്വത ബലത്തെ ജനിപ്പിക്കുന്നതുമായ ധർമ്മം എന്താകുന്നു എന്നുള്ള പ്രഥമ പ്രശ്നത്തിനുള്ള ഉത്തരമായിട്ട് ശ്രീകൃഷ്ണനിൽ പരമപ്രേമം ഉത്തമധർമ്മം എന്ന് പറഞ്ഞു. ശ്ലോകം 7. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത ഹേതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത ഹേതുകം. ഭഗവതി ഭഗവാനായ വാസുദേവേ വാസുദേവനിൽ പ്രയോജിതഃ പ്രയോജിക്കപ്പെട്ടവതായ ഭക്തിയോഗ ഭക്തിയോഗം ആശു ശീഘ്രം വൈരാഗ്യം വിരക്തിയെയും അഹൈതുകം ഹേതുവാദങ്ങളോട് കൂടാത്തതായ ജ്ഞാനം ആത്മജ്ഞാനത്തെയും ജനയതി ജനിപ്പിക്കുന്നു. യജ്ഞം ദാനം തപസ് മുതലായവ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമല്ലയോ മോക്ഷഹേതു. ഭക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നത് എങ്ങനെയെന്നുള്ള ശങ്കയെ ഈ പദ്യം കൊണ്ട് തീർക്കുന്നു. ജ്ഞാനവൈരാഗ്യാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മഹിമയോടുകൂടിയ ശ്രീകൃഷ്ണനിൽ പ്രേമലക്ഷണയായ ഭക്തി ഉറയ്ക്കുന്തോറും അന്യങ്ങളായ തുച്ഛ വിഷയങ്ങളിൽ മതി തോന്നാതെ വരികയെന്നുള്ള വൈരാഗ്യം ബലപ്പെട്ടു വരുന്നു. തന്നിമിത്തം അന്ധകരണം പരിശുദ്ധമാകുന്നു. അതിനാൽ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാവുന്നു. അതിനാൽ മതി ഭക്തിജ്ഞാന സാധനമാകുന്നുവെന്ന് സാരം. ശ്ലോകം 8. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിഷക്സേന കഥാസുയ യോന്നോത്പാദയേദ്യദി രതിം ശ്രമയേവ ഹി കേവലം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിഷക്സേന കഥാസുയ നോത്പാദയേദ്യദി രതിം ശ്രമയേവ ഹി കേവലം. സുനുഷ്ഠിത സുഷ്ടുവാകും വണ്ണം അനുഷ്ഠിക്കപ്പെട്ടതായാലും ധർമ്മ യാതൊരു ധർമ്മം പുംസാമാന്മാർക്ക് വിഷക്സേന കഥാസും വിഷ്ണുകഥകളിൽ രതി താൽപര്യത്തെ ന ഉത്പാദയേത് യതി ഉൽപ്പാദിപ്പിക്കയില്ലെങ്കിൽ കേവലം നിശ്ചയമായും ശ്രമ ഏവ പ്രയത്നം മാത്രം ഹി പ്രസിദ്ധം. ഏതേതു വിധം പ്രവൃത്തിയായാലും ഭഗവത് ഭക്തിയെ ജനിപ്പിക്കുന്നതായാൽ അതുതന്നെ ശ്രേയസാധനം എന്ന് പറഞ്ഞതിനെ വ്യതിരേകം മുഖേനയും ഉറപ്പിക്കുന്നു. വർണ്ണാശ്രമാദികൾക്ക് നിശ്ചയിച്ചതായ ധർമ്മത്തെ നന്നായി അനുഷ്ഠിച്ചുവെങ്കിലും ആ അനുഷ്ഠാനം ശ്രീഹരിയുടെ കഥകളിൽ താൽപ്പര്യമുണ്ടാവാൻ തക്കവിധം അന്ധക്കരണ ബുദ്ധി വരുത്തുന്നില്ലെങ്കിൽ അത് കേവലം അധ്വാനം എന്ന് മാത്രം.
ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം അന്ധഃകരണശുദ്ധി, അതിൻ്റെ ലക്ഷണം ഭഗവത്കഥാ രതിയെന്ന് സാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി.